മൈക്ക് കൈമാറുകയാണ്. സർ പ്ലീസ്. താങ്ക് യു. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തന്നിരിക്കുന്നത്. ഒരു സമയത്തിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മിനിറ്റ് എങ്ങനെയൊന്ന് പാസ് ചെയ്യണം. എന്നിട്ടാണ് ശുഭസമയം അതോടുള്ള മൈഗ്രേഡിയുടെ ഈ ഒരു സംരംഭത്തിന് ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞാനടക്കം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദിസ് എൻറ്റയർ ടീം. ഒരു സിനിമ ഏത് സമയത്തും നമ്മൾ വളരെ ദൈനികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരുടെയും എഫേർട്ട്, ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ സ്പോട്ട് ബോയുടെ അടക്കം എഫേർട്ടുള്ള ഒരു സംഭവമാണ്. അതും കൂടി ചെയ്യാൻ ആളുകളുടെ ഫാമിലിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം, യു ടു ആൻഡ് ദി പ്രൊഡ്യൂസർ, ഡയറക്ടർ, എവരിബഡി. ലിസ്റ്റിൽ ഫ്രം ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് സംതിങ് ഫോർ ദിസ് ഫിലിം. Anyway, he's a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to the team. Thank you. So thank you so much. സമയം കളയാൻ വേണ്ടി മാത്രമല്ല സർ, സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തീ തെളിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ പാരന്റ്സ്. വളരെ മനോഹരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ് സാഹസം മൂവിയുടെ സ്വിച്ച് ഓൺ ഈവന്റ്. ഇവിടെ മനോഹരം ഇവിടെ മനോഹരമായ ഒരു ഡീലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ മൂവി കിടു ആയിരിക്കും എന്നുള്ള ആ ഒരു ലുക്ക് തന്നെയാണ് എന്തായാലും രണ്ടുപേരുടെ ഫേസിൽ നിന്ന് കിട്ടിയത്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരും മിണ്ടി കഴിഞ്ഞാൽ ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് കോമഡി ത്രില്ലർ, രണ്ടാമത്തെ ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഞാൻ ഫുൾ പറയാനുള്ള. സോ ഫസ്റ്റ് ഹാഫ് ഒരു തമാശ, സെക്കൻഡ് ഹാഫ് വിവിന്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ത്രില്ലറാണ്. സോ ദാറ്റ്സ് ഹൗ അങ്ങനെയാണ് ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും IT ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണ്. സോ ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കുറെ IT-കാരെ കാണാം, ഇൻഫോ പാർക്ക് കാണാം. അങ്ങനെയുള്ള ഒരു മൂഡിലാണ് സാധനം എടുക്കുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ടാലന്റഡ് പീപ്പിൾ ലൈക്ക് സണ്ണി, നരേൻ, ബാബുചേട്ടൻ, വൈചേട്ടൻ. സോ ലോട്ട് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമയ്ക്കകത്ത്. ഇറ്റ്സ് ആക്ച്വലി ഒരു ഫൺ ഫിൽഡ് മൂവി ആയിരിക്കും ഫോർ ഓൾ ഓഫ് യു. ഐ എം ഷുവർ
ഇപ്പോ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ഞാൻ എടുക്കാറുള്ളത്. സോ ഇതിനകത്ത് എന്നേക്കാളും കൂടുതൽ ഞാൻ എന്റെ മക്കളെയും അല്ലെങ്കിൽ ഈ ജനറേഷനിലെ ആൾക്കാരെയും കൂടെ കൂടുതൽ അവർക്ക് ഇഷ്ടമാകുന്ന മൂവി ആയിരിക്കും ഈ മൂവി. ആൻഡ് ഡെഫിനറ്റ്ലി Bibin will reach in a different level, even if movie works out or not. So this, if he can pull it off, this is going to be the blockbuster of this year, I'm sure. Thank you. രതീഷ് പറഞ്ഞ പോലെ IT പശ്ചാത്തലം ഈ സിനിമയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ത്രില്ലർ, അഡ്വഞ്ചറസ് ത്രില്ലറിൻ്റെ ഒരു സ്വഭാവവും ഒരു ഹ്യൂമർ പാക്കേജും എനിക്ക് തോന്നുന്നു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ എന്റർടൈൻമെന്റ് പാക്കേജ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. 21 grams ആയിരുന്നു ഞാൻ എഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ. അത് അത്യാവശ്യം നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടി, വലിയ സന്തോഷം. ആ സിനിമ ഉണ്ടാവാൻ കാരണമായ വിജയിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. അനുവേട്ടൻ, ശ്രീനൂപ് മേനോൻ, പിന്നെ 21 Gramsന്റെ പ്രൊഡ്യൂസറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്തുമായ റനീഷ്, പിന്നെ കുറേ പേരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഞാൻ ഈ ടൈം യൂസ് ചെയ്യണം. അപ്പോൾ 21 Gramsന്റെ വിജയത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വേറൊരു പ്രോജക്റ്റ് ആ ഒരു ഡെസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് സമയത്ത് ഓൺ പേപ്പർ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ ഓൺ പേപ്പർ ആ സ്ക്രിപ്റ്റ് ആയ ശേഷം മതി ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് മെറ്റീരിയലൈസ് ചെയ്യും എന്നുള്ള ഒരു പ്ലാനിലാണ് തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ കൂടെ കോ റൈറ്റർ യദുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫുൾ ടീമുണ്ട്, എൻ്റെ ഡയറക്ഷൻ ടീമുണ്ട്, നിതീഷുണ്ട്, പാർത്ഥനുണ്ട്, ഫുൾ ഡയറക്ഷൻ ക്രൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രൂവും കാസ്റ്റും ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. സ്ക്രിപ്റ്റ് വൈസും നമ്മൾ പേഴ്സണലി കോൺഫിഡൻ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ 21 Grams പോലെ തന്നെ കൂടെ ഉണ്ടാവും. ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമ്മളെല്ലാവരും ആട് 3 എന്തായാലും വെയിറ്റിംഗ് ആണ്. സാത്താൻ സേവിയർ വീണ്ടും കാണാനുള്ള വെയിറ്റിംഗ് ആണ്. സോ ഈ ഒരു മൂവി വന്നിട്ടുണ്ട്, അത് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കേട്ടിട്ട് ഞങ്ങളോട് എന്തെങ്കിലും എന്താണ് ഇതിന്റെ ഒരു ക്ലൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൂടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ഇതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരു സാഹസം കാണിക്കാൻ പോകണം എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം അതൊരു നല്ലൊരു ക്ലീൻ എന്റർടൈനർ ആവും എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷയുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് വേണം. പിന്നെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാം. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റിന്റെ പിന്നിലിരിക്കുന്നത്. സോ വി ഹോപ്പ് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന്. താങ്ക് യു. എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആവട്ടെ. 2025 ഒരു ബ്ലോക്ക് ബസ്റ്റർ. 2-3 തവണ വെരി ഹാൻസം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ആണല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷമുണ്ട്. ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിമിത്തങ്ങളും ഓരോ നിയോഗങ്ങളും വഴിയാണ്. ഇതിലേക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ ഗിരീഷ് നായർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഗിരീഷ് ഏട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. അനൂപ് അവിടെ. സോ അനൂപ് ഒരു ഫിലിം ബഫാണ്. അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക്കാണ്, നല്ലൊരു ഫിലിം അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ്. അനൂപാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ബിബിൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു അടിയിൽ കൂടി ജാഗ പോക സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ലീഡ് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറായിരുന്നു. സംഭവം എനിക്ക് ആപ്റ്റ് ആവും, കഥ കേൾക്കാൻ പറഞ്ഞ് ഞാൻ കഥ കേട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നി വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം. അപ്പോൾ അനൂപ്, താങ്ക് യു വെരി മച്ച്. ഗിരീഷേട്ടൻ, താങ്ക് യു. ആൻഡ് ബിപിൻ ആൻഡ് ദ പ്രൊഡക്ഷൻ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോജക്ട്. ആക്ച്വലി
സിനിമ പോസ്റ്ററും ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ വരുന്ന വിജയിക്കുന്ന സിനിമകൾക്ക് ഉണ്ടാകാവുന്ന സ്വഭാവഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അത് വിപിന്റെ ടെക്നിക്കൽ ടീമിന്റെ കൂടി ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ്. പലപ്പോഴും തമിഴ് സിനിമയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് മിസ്സായിട്ടുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഞാൻ സണ്ണിയൊക്കെ ആയിട്ടാണ് ആക്ടിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. കുറേ പേരുണ്ട് അടുത്ത് പറയാൻ, ആൻഡി ചേട്ടൻ, ബൈജി ചേട്ടൻ, കുറേ പേരുണ്ട്. സോ ഐ എം ഹാപ്പി മേജർ രവി സർ ഇസ് പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് മേജർ രവി സർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും വിപിൻ, കൃഷ്ണ ആൻഡ് ഇതിന്റെ ടെക്നിക്കൽ ടീം ആൻഡ് ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസ് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെയായിരിക്കും. അലോങ് വിത്ത് സാഹസം, വി ആർ സണ്ണി പറഞ്ഞ പോലെ ഒരു സാഹസത്തിന് തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഞാൻ വെറുതെ പറഞ്ഞത് ഹാൻസം എന്നുള്ളത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞതാണ്. കാരണം നമ്മുടെ അച്ഛൻ്റെ അമ്മ ആ ഒരു ഫിലിം, അതുപോലെ തന്നെ അയാളും ഞാനും തമ്മിൽ അങ്ങനെ കുറേയധികം സാറിന്റെ ഫാൻ ആയിട്ടുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ 1-2 പ്രാവശ്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതാണ് വേദിയായി, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. താങ്ക് യു സർ. സോ അടുത്തതായിട്ട് പ്രിയപ്പെട്ട ലിസ്റ്റൻ സ്റ്റീഫൻ. വളരെയധികം സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ. നിലവിൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആങ്കർ പറഞ്ഞു ഒരു ശകലം സമയം കൂടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരാളെ ആദ്യമായിട്ട് ആ സമയം കവർ ചെയ്യാനായിട്ട് വിളിക്കുമെന്ന് അങ്ങനെ മേജർ റേച്ചറിനെയാണ് വിളിച്ചത്. അപ്പം എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ രവിയേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും ഐശ്വര്യമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് ഐശ്വര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത് സംസാരിക്കുന്നത്. എനിക്കധികം വളരെയധികം സന്തോഷം. ഒരു സിനിമ സംഭവിക്കുന്നത് പറയുന്നത് ഭയങ്കര സാഹസികമാണ്. ഭയങ്കര സാഹസം നേരിട്ടാലും ചിലപ്പോൾ ചില സിനിമകൾ സംഭവിക്കാനായിട്ട് പാടാണ്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കും, ചിലപ്പോൾ ക്യാൻസൽ ആകും, ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ 100% റിസ്ക്കുള്ള ഒരു സാഹസമാണ്. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ടൈറ്റിലാണ് ചങ്കൂറ്റം, ആശാം വൈബ്, സാഹസം, ഇതൊക്കെ വന്നതാണ്. തന്ത വൈബ് എന്നൊക്കെ വന്നിരുന്നു. അപ്പൊ അത് വേറെ സിനിമയ്ക്കായി പോയി. സാഹസം അതിപ്പോ വേറെ സിനിമയ്ക്കായി പോയി. അപ്പം ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേറൊരു ടൈറ്റിലാണ് എടുത്തത്. അപ്പം വളരെയധികം സന്തോഷം ആ ടൈറ്റിൽ ഈ സിനിമയിലൂടെ സംഭവിക്കുന്നതിൽ. അതിൽ പേഴ്സണൽ ഭയങ്കര സന്തോഷം. സോ ഈ സിനിമയുടെ പ്രൊഡ്യൂസറുടെ ബാനറിന്റെ പേര് ഫ്രണ്ട് റോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഫ്രണ്ട് റോയിൽ ഇരുന്ന് പടം കാണുന്നത് കഴുത്തൊക്കെ പൊക്കി വെച്ച് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഫ്രണ്ട് റോയിൽ ഇരുന്ന് കഴുത്തൊക്കെ പൊങ്ങി പിടിച്ച് കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അത്രയധികം പിന്നെ എന്റെ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേനാണ്. പക്ഷെ അതുകൊണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇതുവരെ അദ്ദേഹമായിട്ട് പടം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറഞ്ഞ പോലെ ആ സമയത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. സണ്ണിക്ക് ഇതൊരു നല്ല സിനിമയായിട്ട് മാറട്ടെ. എൻ്റെ ഡയറക്ടർ, നിർമ്മാതാവ്, മറ്റ് ടെക്നീഷ്യൻ, ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നരേനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെയാണ് സംസാരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി. കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വെൽ പാക്ഡ് സ്ക്രിപ്റ്റും വളരെ സീരിയസ്ലി കൺസീവ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ മനസ്സിലൊരു വ്യക്തമായൊരു പ്ലാനായിട്ടാണ് പുള്ളി ഇത്രയും 2 വർഷം സമയമെടുത്തിട്ട് ഈ സ്ക്രിപ്റ്റ് പാക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇതിനകത്തിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ചുമതല ഇവര് എൻ്റെ മേലിൽ ലഭിച്ചേക്കുന്ന ഒരു വലിയൊരു ദൗത്യമാണ്. അത് ഈ സ്റ്റാർ ഇവരെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.